നമ്മളൊക്കെ ഒരു വെയിലത്ത് ഇങ്ങനെ നടന്ന് ക്ഷീണിതരാകുമ്പോൾ ഒരു വാഹനം കിട്ടിയാൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ കൊതിക്കാറുണ്ട്. എന്നതുപോലെയാണ് ഉളുഹിയത്തിൻ്റെ വാഹനം. പരലോകത്ത് അന്ത്യദിനത്തിൽ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഉളുഹിയത്തിനൊരു വാഹനം കിട്ടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയും. അതിന് നമ്മളെന്ത് വേണം? ഉളുഹിയത്തിൻ്റെ മൃഗം നമ്മൾ ബുക്ക് ചെയ്യണം. അപ്പം അതിന് കിട്ടിയ ഒരു അവസരമാണ് ദുൽഹിജ്ജ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച ഒരു വസ്തുതയാണ് ഉളുഹിയത്ത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉളുഹിയത്തിന് മൃഗമത്തെ അറക്കാത്തവൻ അല്ലെങ്കിൽ ഉളുഹിയത്തിൽ പങ്കുചേരാത്തവൻ എൻ്റെ മുസല്ലയിൽ തൊട്ട് മാറിപ്പോട്ടെ, മാറി നിൽക്കട്ടെ എന്ന് അത്രവും ഗൗരവത്തിലാണ് ആ വിഷയം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. ചില മുഫസ്സിരീങ്ങൾ ആ ഹദീസ് എടുത്ത് കൊണ്ട് പറയുന്നുണ്ട് ഉളുഹിയത്ത് നിർബന്ധമാണ് എന്ന്. ചില മദ്ഹബ് പണ്ഡിതന്മാരും ചില മദ്ഹബിങ്ങളും അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഷാഫിഈ മദ്ഹബ് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും അക്കതായ സുന്നത്താണ് ഉളുഹിയത്ത് നാം അറുക്കുക എന്നുള്ളത്. അതിൽ ഒരു പശു കയ്യില്ലെങ്കിൽ ആ ഉളുഹിയത്തിന് അറുക്കുന്നവരോടൊപ്പം ചേർന്ന് നാം അതിന് പങ്കാളിയാവണം എന്ന് നാം ശ്രമിക്കുക. ഇപ്പോൾ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ അതിന് സാധിക്കുകയില്ല എങ്കിൽ അടുത്ത കൊല്ലത്തിലൊരുക്കെയുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അമലാണ് ഉളുഹിയത്ത് ഇറക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കൊല്ലം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയിട്ട് പണം സ്വരൂപിച്ച് കുറച്ച് പണം സ്വരൂപിച്ച് ആ കാര്യം അത് വല്ലാത്ത കൂലിയുള്ള കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മാത്രമല്ല, നമുക്ക് ആ അറുത്ത മൃഗത്തെ എത്രത്തോളം അതിൻ്റെ രോമങ്ങളുണ്ടോ അത്രത്തോളം പാപങ്ങൾ അവന് പൊറുക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇന്നോളം വരെ, ഇനി ലോകാവസാനം വരെ ആ പ്രക്രിയ, ആ ഉളുഹിയത്തിനുള്ള ആ മഹത്തായ ആ സൽക്കർമ്മം അത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് നമ്മളും ഭാഗവത്താവണം. അതിൽ കൊല്ലത്തിൽ ഒരിക്കൽ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ഉളുഹിയത്തിന് പ്രാവശ്യം കൂടാൻ കഴിഞ്ഞിട്ടില്ല, അടുത്ത പ്രാവശ്യമെങ്കിലും നമ്മൾ കൂടുക. ഇതൊക്കെ നമ്മളറിയാതെ നമുക്ക് എടുക്കാൻ പറ്റിയ സിമ്പിളായ അമലുകളാണ്. പരലോകത്തെത്തിയാൽ വലിയ വലിയ പ്രതിഫലമുള്ള ഒരു അമലും കൂടിയാണ് ഇതെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ ശക്തിപ്പെടുത്തി തരുമാറാകട്ടെ. അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന മഹാമുത്തഖീങ്ങളിൽ അവർ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. സർവശക്തനായ റബ്ബ് അവൻ്റെ തൃപ്തിയിലും ത്വാഅത്തിലും ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.